കിഴക്ക് ഭാഗത്തേക്ക് വന്നിട്ടായില്ലതേ ചേമ്പെല്ലാം വൃത്തിയാക്കി എടുത്തന്നെ ഇതെല്ലാം വൃത്തിയാക്കിയിട്ടേ കണ്ടില്ലേ. പണിക്കാരും ഇന്നലെ വന്നിട്ടൊന്നുമില്ല. ഇതിൻ്റെ മരട്ടൊരു കണ്ടില്ലേ വലിയ ചേമ്പാണത്. അത് വെച്ച് കളയാണ്ട് എങ്ങനെ നോക്കാം. ഇതെല്ലാം പറക്കിയിട്ട് ഇവിടെ ഒരു രാവണ്ടീനെ കൊണ്ട് കൂട്ടാമല്ലോ, എന്നാലേ ഇതെല്ലാം വൃത്തിയാവുള്ളൂ. കണ്ടില്ലേ, ഇതെല്ലാം അന്നെ മരം മുറിച്ചേരുന്ന പെണ്ണുങ്ങളെ ആക്കിനി. അവരിത് ഒരുപാട് സ്ഥലം വേണ്ട ഇല്ലല്ലോ, ആടെ ഇട്ടിട്ട് ഇതൊന്നും തൊട്ടിട്ടേ ഇല്ല. ഇതവർ കൊണ്ടുപോകുമെന്ന് അറിയില്ലല്ലോ, ഒന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല, ചെറുതൊന്നും കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ടാണ് പറക്കുകയും ചെയ്യാൻ. കണ്ടില്ലേ, ഒരുപാടുണ്ട്. കണ്ട മുറിച്ച് കഷ്ണാക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം കണ്ട അതെല്ലാം ഇനി പറക്കി ഇത് കുത്തി വെക്കാം. കിഴക്കുഭാഗത്താന്നല്ല കുഞ്ഞു കുഞ്ഞു കിഴങ്ങ് ഉണ്ട്. അതിനെല്ലാം ഇടുകയും ചെയ്യുക. കാടെല്ലാം പറിച്ചാൽ വൃത്തിയാക്കിയിട്ട് കുറച്ചാവുന്നത് വൃത്തിയാക്കാം. ഇപ്പോൾ എല്ലാം കുറച്ച് എല്ലായിടത്തും എത്തിയാലേ എല്ലാം വൃത്തിയായി. എൻ്റെ മുരട്ട് വൃത്തിയാവില്ല എന്തായാലും. വലിയ കുട്ട വെറാണ്, എനിക്കത് പറക്കി നീക്കാനാവുകയില്ല. അത് വലിയ വലിയ കുട്ടകളാണ്. ഇനി ഇതങ്ങോട്ട് നീക്കണമെന്ന് ഈ വട്ടെല്ലാം വൃത്തിയായ ഒരുവിധം. ഇനിയിപ്പോൾ അത്ര വൃത്തിയൊന്നും ശരിയാക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ മഴക്കാദ്യം വരുമല്ല. ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് വലിച്ച് കളഞ്ഞിട്ടേ കാലേരടുത്ത് കുറച്ചും കൂടി ഉണ്ട്. അത്രേ വെള്ളപ്പറ്റുണ്ട്, മഴ പെയ്തുകൊണ്ട്. ഞാൻ പിന്നെ ഇവിടെ മുമ്പിലെടുത്തത്. ഇവിടെയും വെള്ളപ്പറ്റുണ്ട്. ആകുമ്പോൾ വൃത്തിയാക്കാം. കുറച്ച് തെളിവുണ്ട് ഇടാം. അതും ഇതെല്ലാം മതിയാക്കി ഇടാം. ആ കാടെല്ലാം മെച്ചാടിയിട്ടുണ്ട്, ചുവന്ന കാട്. ഇനി ഭയങ്കര ഇല്ല, ഇതിൽ ഇല്ലി കൂട്ടിയതുണ്ടായില്ലോ. കുരുമുളക് വള്ളിയെല്ലാം നശിച്ചു പോയി, രോഗം വന്നിട്ട്. ഇല്ല, അതിനെല്ലാം കുറച്ചുണ്ട്. അത്രയേ ഉള്ളൂ, എന്നാലും അരക്കാൻ കിട്ടും. അത്രയേ ഉള്ളൂ. നിറച്ചുണ്ടായതാണ് ഇടാൻ, കൊടുക്കാനും ഉണ്ടാവും. ഇതെല്ലാം മൈസൂർ വാഴ എന്താ ഒന്ന് കൊണ്ടുവച്ചാൽ അതിങ്ങനെ കാട് പോലെ ആയത് ഉണ്ടല്ലേ, വാഴക്കൂട്ടം തന്നെ ഉണ്ടല്ലേ. ഇതെല്ലാം ഇങ്ങനെ കുറച്ച് വൃത്തിയായി. എനിക്കതിലെ ഇടാം. ഇനി അപ്പുറം പോവാം, കഴിയുന്നില്ല. മരം കാണുമ്പോഴേ വീടിയൊന്നു. ഇന്നലത്തെ ഇടവാക്കി വെച്ചത് ഇത് വൃത്തിയാക്കഴിഞ്ഞ് ഇവിടെ ഒരു കുറച്ചേ ഉണ്ടാവില്ല. ഇന്നലെ ഒന്നുമില്ല, ഇത് വൃത്തിയാക്കാം. അങ്ങോട്ടൊന്നും ഇപ്പോൾ ആവില്ല, കുണ്ടിലിക്കണ്ടേ. ഒരു വലിയ വളക്കൊണ്ടാന്ന് നാട്ടുകാരെല്ലാം ഇടുന്ന വളം കൊണ്ടുവരും. ചാണം നിറയെ ഉണ്ടാവും, മേലോളം തൂണിൻ്റെ അടുത്തോളം പൊന്തിയിട്ടുണ്ടാവും. ഒരുപാട് പശുക്കളുണ്ടാവുമല്ലോ. എല്ലാം ഈ കണ്ടത്തിൻ്റെ എല്ലാം ഇട്ടൊക്കെയല്ലേ വീട്. തെങ്ങിന് ഇടാനും എല്ലാം ഇടുന്ന കൊണ്ടുവരും എല്ലാവരും. ഉണ്ടല്ലേ, അതാണ് നമ്മളെ ബയോഗ്യാസിൻ്റെ എന്തെല്ലാം ഓടെല്ലാം അടച്ചിന്. ചാണലിൽ സമയത്ത് ഉടുമ്പ് പറ്റും വരും. ഇടേനെ മടയിലാക്കിയിട്ട് ഇന്ന് പുഴുവിനെ പിടിച്ച് തന്നെ വെളുത്ത വലിയ പുഴുണ്ടാവും, ചിങ്ങം പുഴു എന്ന് പറയുന്ന നമ്മ ചാണകത്തിലുണ്ടാവുന്ന ഉടുമ്പ് ഇവിടെ തന്നെയാണ് ഉണ്ടാവല്. മട മാന്തിയിട്ട് പ്രാവശ്യം അതില്ല. ഉണ്ടല്ലേ, ഇവിടെ എത്തിയതാ. ഇനി അങ്ങനെയില്ല, കൊള്ളിക്കൊമ്പലം തീർത്തത് മറ്റു കാട് പോയി. നമ്മുടെ പെട്ടെന്ന് കളഞ്ഞിട്ടേ ഇന്ന് മതിയാക്കാം. ഇപ്പോൾ വന്നതേ ഇല്ലു, ഇന്നൊന്നും കഴിയുന്നില്ല. എന്നാലും ഒരു ദിവസം നമ്മൾ എടുത്തിട്ടെങ്കിലേ പിന്നെ മടി വന്നു പോകും, അടയെ കിടക്കും. പിന്നെ രണ്ടേം വന്നതാണ്. കുറേ വൃത്തിയായി. നല്ല അപ്പുറത്തെ അങ്ങനെ ഇങ്ങോട്ട് വരുന്ന കാടാന്നുണ്ട്, ആ വള്ളിക്കാടെല്ലാം. അതിൻ്റെ മേലേക്ക് ഇത് പേരയാണ്, പേരമരം നിറയെ ആദ്യം മണങ്ങിപ്പോയി. അത് നിറയെ പിടിക്കും, മരം പറിക്കലൊന്നുമില്ല. എല്ലാം വാതിലെല്ലാം കൊണ്ടുപോകും. കണ്ടില്ലേ, ഇങ്ങനെ ആയി. ഇതൊക്കെ വന്നാലേ ഇത് നേരം ബയോഗ്യാസ് കണ്ടില്ലേ, കണ്ടില്ലേ, ഇതിൻ്റെ ആക്കിയിട്ടാണ് കലക്കൽ. അത് കണക്ക് വിരിക്കാനും കഴിയില്ല, കാണിച്ചു തരാം.
ഇതാണ് നിൻ്റെ വട്ട. എത്രയോ കൊല്ലമായി ഇത് ഇതിൽ ഇങ്ങനെയൊക്കെയാണ് ആക്കൽ. അതിൽ നിന്ന് ഇങ്ങനെ തിരിച്ചിട്ട് കലക്കും. ചാണം ഒരു ഇരുമ്പിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, കലക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം ഏട്ടൻ്റെ പണിയാണ്. രാവിലെ ചാണം വാരി കാലിനെല്ലാം കുളിപ്പിച്ച് ബയോഗ്യാസെല്ലാം കലക്കി നമ്മുടെ അടുക്കള പണിയെല്ലാം ആകുമ്പോൾ ഇതെല്ലാം ഏട്ടൻ തീർക്കും. മക്കളെക്കാളും അവരെയൊന്നും നോക്കല്ലേ, ഒരു മേക്കൊരു ചാണപ്പൊടിയൊന്നും കാണില്ല, അത്ര നല്ല വൃത്തിയാക്കിയിട്ട് അങ്ങനെ ആയിട്ട് നിങ്ങളെ സ്നേഹവും അങ്ങനത്തെ കാര്യമുണ്ട് അതിനിടെ. എല്ലാവരും ഓർമ്മയായി. എല്ലാ കാലത്തും നമുക്കെല്ലാം ഉണ്ടാവില്ലല്ലോ. എന്നാലും ഇത്രയും കാലം ആയല്ല, ചെറുപ്പം മുതലേ അതുവരെ ആയി. ഇപ്പം കിടക്കുന്നവരെയും ഒരേപോലെ നമ്മ ചെയ്തു. ഇല്ലേതാ ഇങ്ങനെ അങ്ങോളം വടക്കോളം നോക്കിയതാ. ഇവിടെ നോക്കിയാൽ അതിൻ്റെ വടക്ക് അതിർത്തി കാണൂല, അങ്ങോട്ടാണ് അതിൻ്റെ, ഇങ്ങോട്ട് കിഴക്കതാ ഉണ്ടല്ലേ. ഇതപ്പുറത്ത് കിടക്കുന്നത് ഇടലിന് നമുക്ക് വാഴ വെച്ച് കൊടുത്താൽ ഈ കാടല്ലയിലേക്ക് ചീഞ്ഞ ഇലയിലേക്ക് കൂട്ടി ഇട്ട് കൊടുക്കുക. എന്നാൽ വൃത്തിയായല്ല. കുഴിമാന്തിയാലയിലേക്ക് നമുക്കെല്ലാം താത്ത് കൊടുക്കും. ഇതെല്ലാം കത്തിച്ച് കളയാൻ കുറച്ച് വെയിൽ വെച്ചിട്ടാകുമ്പോൾ വൃത്തിയാക്കാം. ഇന്ന് മതിയായി. ഇപ്പം ഞാൻ മതിയാക്കി. കുറേ കഴിയുമ്പോൾ തോന്നി അന്നേരം വരും. എല്ലാം വൃത്തിയാക്കണേ ഉണ്ടല്ലേ. കല്ലെല്ലാം എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും അപ്പുറം അടുപ്പോ എന്തെങ്കിലും ആക്കിയിട്ട് വെച്ചാലൊരു ഉപയോഗമായില്ലേ. നല്ല ആല തറയെല്ലാം കെട്ടിയിട്ട് ആക്കിയ ആലയാണ്. ഓട് ഒരുപാടുണ്ട്, കുറേയെല്ലാം കൊടുത്തിന്. വീടിൻ്റെ ഓടുമായി, ആലക്കും ആദ്യം ഓടാൻ വെച്ചിന്. ഇതെല്ലാം ആയില്ലേ, വീടിൻ്റെ തേച്ച് ഓടായില്ലേ. വലിയ വീടെല്ലാം ഉണ്ടായിന്. എല്ലാം ആടിയെല്ലാം ആക്കിയിട്ട് കുറേയെല്ലാം കൊടുത്തിന്. എന്നാലും ഉണ്ട് ഇത്ര ഇതെല്ലാം അടുക്കി വെച്ചിനേട്ടൻ കുറേ കൊണ്ടുവന്നിട്ട്. എല്ലാം നടക്കുമ്പോൾ തന്നെ ഒരു സുഖമായി ഇപ്പോൾ അല്ലേ. അല്ലേ നമ്മളെ വളപ്പിൽ നമുക്ക് പണിയെടുക്കാൻ സമയമൊന്നും നോക്കണ്ട, ഒരു 10 മിനിറ്റ് എടുത്താൽ മതി. അതിനൊരു മനസ്സെല്ലാവരും കാണിക്കാം, എന്നാൽ വൃത്തിയാക്കാം നമുക്ക്. ഇതിപ്പോൾ തീരെ കിടക്കുന്ന ഞാനാണ്. ഇപ്പോൾ ഇതെല്ലാം കുറച്ചെല്ലാം ചെയ്ത് നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്കെല്ലാം പറ്റും. അത് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഇതെല്ലാം തോന്നിയത്. അല്ലാതെ നമുക്കൊന്നും ആവില്ലല്ലോ, കിടന്നെടുക്കുന്ന എണീച്ചാലും എന്തെങ്കിലും ആവുമല്ലോ. ഒരു കൈയിൻ്റെ വേദന ലേശം കുറഞ്ഞു കിട്ടീന്. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്യാൻ തോന്നി. അപ്പോൾ ഒരാരോഗ്യമുള്ളവർക്ക് ഇതെല്ലാം ചെയ്യാൻ ഒരു പ്രയാസമില്ല. നമ്മൾ ഓർക്കണം, ഈ കാടിലേക്കൂടെ ചവിട്ടി കിടന്നിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ദിക്കിലേറിയും ഒരു വഴിയുണ്ടാ, വഴിയാടിയില്ല. ഇത് കിഴക്കേ വളപ്പേക്കെല്ലാം മോനാന്ന് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം ബാക്കി കളയൽ. അത്ര ദൂരം കാടാന്ന്, നടക്കാൻ വരെ വഴിയില്ലാടി, നടക്കുന്നില്ലല്ലോ ആരും. നമ്മൾ വിചാരിച്ചാൽ ഇതെല്ലാം ചെയ്യാൻ പറ്റും, ഓരോ വാക്കും ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കില്ല അത്ര തന്നെ. പുറത്ത് കഴിഞ്ഞൊന്ന് നടന്ന് നോക്കണം, അന്നേരം നമുക്ക് ചെയ്യാനും തോന്നും. എപ്പോഴും ഒന്ന് നമ്മളെ പറമ്പിലെല്ലാം ഒന്ന് നടന്ന് നോക്കിയാൽ നമുക്ക് തനിയെ ചെയ്യാൻ തോന്നും. മറ്റു ജോലി ചെയ്യുന്നവർക്ക് ഇനി മനസ്സ് വരില്ല, എന്നാലും നമ്മൾ ഈ പറമ്പിലൊന്ന് നടന്ന് നോക്കിയാൽ നമുക്ക് തോന്നും. നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടോ. ക്ഷീണം പിടിച്ചു, അത്രയും എടുത്തിട്ട് വന്നാലും ക്ഷീണമാകുന്നത്.